ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് 2 9th ചാപ്റ്ററായ ഫോർ ദ പീപ്പിൾ. ഓക്കെ, സോഷ്യൽ സ്റ്റഡീസാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ഫോർ ദ പീപ്പിൾ എന്താണ്? ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി അല്ലേ? ജനങ്ങൾ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി. അതാണ് അപ്പോൾ എന്താണ്? ഫോർ ദ പീപ്പിൾ, ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ് അല്ലേ 9th ചാപ്റ്റർ. ഓക്കെ, എന്താണ് ഇത് നമുക്ക് നോക്കാം. അവിടെ പറയുന്നത് പഞ്ചായത്ത് ഗ്രാമസഭ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പഞ്ചായത്ത് ഗ്രാമസഭ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്താ വാർഡ് 8 അല്ലെ? എന്താണ് നമ്മളെ വാർഡിലൊക്കെ നടക്കുന്നത് പഞ്ചായത്ത് ഗ്രാമസഭ അല്ലെ? അമ്മമാരും അച്ഛന്മാരൊക്കെ ചിലപ്പോൾ ഈ ഗ്രാമസഭയിൽ പോകുന്നുണ്ടാവും അല്ലെ? അപ്പൊ ചിലപ്പോൾ നല്ല നിർബന്ധമായിട്ട് എല്ലാവരും പങ്കെടുക്കണം അല്ലെ? നമുക്ക് ഉള്ള ഇതിന് വേണ്ടിയിട്ടാണ് അല്ലെ? നോക്കൂ, ഹാവ് യു ഹേർഡ് ഓഫ് ഗ്രാമസഭ? ഒരു ഗ്രാമസഭ കൂടുന്ന ഗ്രാമസഭയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഗ്രാമസഭ? The picture shows a Grama Sabha in session. Are such Grama Sabhas convened in your locality? Try to find out the participants and topics discussed in those meetings. എന്താണ്? ഒരു ഗ്രാമസഭ കൂടുന്ന ചിത്രമാണ് ഈ കാണുന്നത്. കണ്ടോ? ഗ്രാമസഭ കൂടുന്ന ചിത്രമാണ് എന്ത് ഇവിടെ കാണുന്നത് അല്ലേ? അപ്പൊ എന്താണ്? നിങ്ങളുടെ നാട്ടിലും ഗ്രാമസഭ കൂടാറില്ലേ? അതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്നും എന്തൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യുന്നതെന്നും കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. അവിടെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്നും പിന്നെന്താണ് അവിടെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ നോക്കുക. ഓക്കെ, Grama Sabha is a forum to decide the developmental activities at ward level in each panchayat. In municipalities and corporations, they are known as ward sabhas. Every voter in a ward can participate in the Grama Sabha or ward sabha. They have the opportunities to express their opinions in the discussion. People take collective decision on the developmental activities to be carried out in their wards. Such activities are led by the people's representative elected from the ward. These representatives are known as ward members in panchayat and councillors in municipalities and corporations. എന്താ ഇവിടെ പറയുന്നത്? ഈ വാർഡ് തലത്തിൽ അല്ലെ, നമുക്ക് നമ്മളെ വീടൊക്കെ ഓരോ വാർഡിലാണ് നിൽക്കുന്നത് അല്ലെ? നമ്മൾ നിൽക്കുന്ന എവിടെയാണ്? നമ്മൾ എന്താണ് ഇപ്പൊ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കേരള എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിലെ, കേരള എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് എന്താണ്? കേരള എന്നുള്ളതിൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റില് കാരശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കാരശ്ശേരിയിൽ 15ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോ വാർഡുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് ഈ വാർഡുകൾ അല്ലെ? വാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ വാർഡുകൾ ഉണ്ടാവും. ആ വാർഡിലാണ് നമ്മൾ ഓരോരുത്തരും താമസിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് എന്ത്? ഗ്രാമസഭ. എന്താണ്? ഗ്രാമസഭ is a forum to decide the developmental activities at ward level in each പഞ്ചായത്ത്. ഓരോ പഞ്ചായത്തിലും അല്ലെ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു വേദിയാണ് എന്ത്? ഈ ഗ്രാമസഭ എന്ന് പറയുന്നത്. ഇൻ മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻസ് ദേ ആർ നോൺ ആസ് വാർഡ് സഭാസ്. എന്താണ്? നഗരങ്ങളിൽ ഇതിനെ വാർഡ് സഭ എന്ന് പറയുന്നു. നഗരങ്ങളിൽ എന്താ? മുനിസിപ്പാലിറ്റീസിലും കോർപ്പറേഷൻസിലും ഒക്കെ അവിടെ എന്താണ്? വാർഡ് സഭ എന്നാണ് പറയുക. എന്താണ്? പഞ്ചായത്തുകളിലൊക്കെ എന്താണ്? ഈ എന്താ പറയാ? ഗ്രാമസഭ എന്നാണ് പറയാ. ഓക്കെ, വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഈ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാം. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യുന്ന 18 വയസ്സ് കഴിഞ്ഞാലാണ് എന്ത്? വോട്ട് ചെയ്യുക അല്ലെ? 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യുക അല്ലെ? അപ്പൊ 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്താക്കുക? ഈ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ഈ നഗരത്തിലാണ് ഈ വാർഡ് സഭ അല്ലെ? ഇതിൽ പങ്കെടുക്കാം. ഓക്കെ, ഗ്രാമസഭയിൽ എന്താക്കാം? നമുക്ക് 18 കഴിഞ്ഞ എല്ലാ വോട്ടർമാർക്കും, അതായത് ഒരു വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 18 വയസ്സാണ് അല്ലെ? അപ്പൊ 18 വയസ്സായാൽ വോട്ട് നമുക്ക് ഐഡന്റിറ്റി കാർഡ് കിട്ടും. അപ്പൊ എന്താണ്? നമുക്ക് വോട്ട് ചെയ്യാം അല്ലെ? അപ്പൊ വോട്ട് ചെയ്യുന്ന എല്ലാ വോട്ടർമാർക്കും ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കാം. പിന്നെന്താണ്? ചർച്ചകളിൽ പങ്കെടുത്ത് നമുക്ക് എന്താ അഭിപ്രായം പറയാൻ അവർക്കെല്ലാം അവസരമുണ്ട് അല്ലെ? ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ട് they have opportunity to express their opinion in the discussion. ആ ഡിസ്കഷനിൽ, ആ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എല്ലാവർക്കും അവരുടെ അഭിപ്രായം
പറയാം. അവസരമുണ്ട്. വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് എന്താണ് ജനങ്ങൾ ഈ ഗ്രാമസഭയിലാണ് എന്ത് കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ്. എന്താണ് ഇത്തരം ഈ ഇപ്പം ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ അല്ലെ, നഗരങ്ങളിലാണെങ്കിൽ വാർഡ് സഭ എന്ന് പറയും, ഈ പഞ്ചായത്തുകളിലൊക്കെ ആണെങ്കിൽ എന്താണ് ഗ്രാമസഭ എന്ന് പറയും അല്ലെ. അപ്പൊ എന്താണ് ഈ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുന്നുണ്ട് അല്ലെ. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എന്താണ് ലീഡർ ആരാണ്, നേതൃത്വം കൊടുക്കുന്ന ആരാണ്, ആ വാർഡിൽ നിന്നും ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണ് അല്ലെ. അവിടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് അല്ലെ. എന്താണ് ഈ ജനപ്രതിനിധി എന്താ ഗ്രാമങ്ങളിലെ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു അല്ലെ. എന്താണ് ഈ റെപ്രസെന്റേറ്റീവ്സിനെ, അതായത് എന്താണ് വാർഡ് മെമ്പറിനെ പഞ്ചായത്തുകളിലാണ് ഈ വാർഡ് മെമ്പർ എന്ന് അറിയപ്പെടും. പിന്നെ മുനിസിപ്പാലിറ്റീസിലാണെങ്കിൽ എന്താ കൗൺസിലർ എന്നും അറിയപ്പെടും. മുനിസിപ്പാലിറ്റീസിലും കോർപ്പറേഷനിലൊക്കെ കൗൺസിലേഴ്സ് എന്നാണ് അറിയപ്പെടുക. ഇനി എന്താ പഞ്ചായത്തുകളിലാണെങ്കിൽ വാർഡ് മെമ്പർ എന്നാണ് അറിയപ്പെടുക. മനസ്സിലായില്ല. അപ്പൊ എന്താണ് ഈ ഗ്രാമസഭയിൽ ലീഡർഷിപ്പ് ആരാണ് ഇത് നേതൃത്വം വഹിക്കുന്നത്? വാർഡ് മെമ്പർ ആണ് അല്ലെ. അല്ലെങ്കിൽ എന്താണ് കൗൺസിലർ ആണ്. ഓക്കെ, കൗൺസിലറും വാർഡ് മെമ്പറും എന്താണ് രണ്ടും വ്യത്യാസം മനസ്സിലായില്ലേ? പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ വാർഡ് മെമ്പർ എന്നും ഈ മുനിസിപ്പാലിറ്റീസിലും കോർപ്പറേഷൻസിലും തെരഞ്ഞെടുക്കപ്പെടുന്നവരെ എന്താണ് കൗൺസിലേഴ്സ് എന്നുമാണ് പറയുക. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഗ്രാമസഭയിൽ എന്താണ് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? വാർഡ് മെമ്പർ ആണ് അല്ലെ. അതുപോലെ ഈ വാർഡ് സഭയിലെ നേതൃത്വം കൊടുക്കുന്ന ആരാണ്? കൗൺസിലേഴ്സ് അല്ലെ. രണ്ടിനും വ്യത്യാസം മനസ്സിലായല്ലോ അല്ലെ. ഓക്കെ, ദെൻ പിന്നെ നിങ്ങളുടെ വാർഡ് മെമ്പർ ആരാ നിങ്ങൾക്ക് അറിയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ, ആരാണ് നിങ്ങളുടെ വാർഡ് മെമ്പർ എന്നുള്ളത്? ഓക്കെ, നോക്കാം. വേർ എൽസ് അറിയപ്പെടുന്നു. ഇത്തരത്തിലുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി മറ്റ് എവിടെയെല്ലാം നിങ്ങൾക്ക് കാണാം? വേർ എൽസ് ക്യാൻ യു സീ സച്ച് ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്സ്? ഇങ്ങനെ ഇത്തരത്തിൽ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതി മറ്റെവിടെയെല്ലാം നിങ്ങൾക്ക് കാണാം? നിങ്ങൾക്ക് കാണാം സ്കൂളിൽ അല്ലെ, ക്ലാസ് ഓർ സ്കൂൾ. പിന്നെ എവിടെയാണ്? കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ക്ലബ് ഓർ ലൈബ്രറി, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, പാർലമെന്റ് അല്ലെ. ഇവിടെയൊക്കെയാണ് എന്താണ് ഈ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന രീതിയുണ്ട് അല്ലെ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. സ്കൂൾ ലീഡർ ആയിട്ട് ക്ലാസ്സിലും സ്കൂൾ ലീഡറൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കലുണ്ട്. അതുപോലെ എന്താണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുണ്ട്, ക്ലബ് ഓർ ലൈബ്രറിയിലുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, പിന്നെ എന്താണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സംസ്ഥാന നിയമസഭ, പിന്നെ പാർലമെന്റിലൊക്കെ എന്താണ് ഇങ്ങനെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന രീതിയുണ്ട് അല്ലെ. പീപ്പിൾ ക്യാൻ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ആൻഡ് ടേക്ക് ഡിസിഷൻ ഇൻ ഗ്രാമസഭ. എന്താണ് ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്നുണ്ട് അല്ലെ. ഗ്രാമസഭയിൽ എന്താണ് ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാവാം അല്ലെ. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ എന്താണ് ഇവിടെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. However, at the state and national levels, the representatives elected by the people take decisions collectively. എന്നാൽ എന്താണ് ഈ സ്റ്റേറ്റ് ഓർ നാഷണൽ ലെവലിലൊക്കെ എന്താണ് കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്താണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഈ പ്രതിനിധികളാണ്. മനസ്സിലായല്ലോ. ഇപ്പൊ ഈ ഗ്രാമസഭയിൽ നമുക്ക് സാധാരണ നമ്മളെല്ലാവർക്കും എന്താക്കുക പങ്കെടുക്കുക. പക്ഷെ ഈ സ്റ്റേറ്റ് ഓർ നാഷണൽ ലെവലിലൊക്കെ ആവുമ്പോൾ എന്താണ് നമ്മൾ തെരഞ്ഞെടുത്ത ആൾക്കാരുണ്ടല്ലോ, ആ ജനങ്ങൾ തെരഞ്ഞെടുത്ത റെപ്രസെന്റേറ്റീവ്സ് ആണ് എന്താക്കുക ആ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും നമുക്ക് വേണ്ടിയിട്ട് എന്താക്കുക അഭിപ്രായം പറയാം. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ, മഹാത്മാഗാന്ധിയാണ് അല്ലെ. ഡെമോക്രസി ഈസ് എൻ ഇമ്പോസിബിൾ തിങ് അണ്ടിൽ ദ പവർ ഈസ് ഷെയർഡ് ബൈ ഓൾ. എന്താണ് ഈ ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എന്തായിരിക്കണം അനുസൃതമായിരിക്കണം അല്ലെ. എന്താണ് മഹാത്മാഗാന്ധി പറഞ്ഞത് അല്ലെ. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇന്ത്യ എന്താണ് ഡെമോക്രാറ്റിക് കൺട്രി ആണ് അല്ലെ. ജനാധിപത്യ രാജ്യമാണ് അല്ലെ. അപ്പൊ ഈ ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് എന്താണ് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എന്താക്കണം അനുസൃതമായിരിക്കണം എന്ത് ഈ ജനാധിപത്യ ഭരണം എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത്. അങ്ങനെ ആയിരിക്കണം അല്ലെ. പിന്നെന്താണ് അബ്രഹാം ലിങ്കൺ എന്താണ് പറയുന്നത്? ഡെമോക്രസി ഇസ് ദ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. അബ്രഹാം ലിങ്കൺ ആണ് പറഞ്ഞത് അല്ലെ. എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് എന്ത് ഡെമോക്രസി അല്ലെ, ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഡെമോക്രസി ഇസ് ദ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഇതാണ് ഡെമോക്രസി അല്ലെ അബ്രഹാം ലിങ്കന്റെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് നമ്മളെ
അമർത്യ സെൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഡെമോക്രസി ഇസ് ദ ഓൺലി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ദാറ്റ് ക്യാപ്ചേഴ്സ് ഗ്ലോബൽ റെസ്പെക്ട്. അല്ലെ, എന്താണ് ഈ ഗ്ലോബൽ ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം എന്താണ്? ഈ ഡെമോക്രസിയാണ് അല്ലെ. ആഗോളം ഗ്ലോബൽ റെസ്പെക്ട് അല്ലെ, ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ഏതാണ്? ഡെമോക്രസി അല്ലെ. അപ്പൊ നമ്മളെ മഹാത്മാഗാന്ധി പറഞ്ഞ എന്താണ്? ഡെമോക്രസി ഈസ് ആൻ ഇമ്പോസിബിൾ തിങ് അണ്ടിൽ ദ പവർ ഇസ് ഷെയർഡ് ബൈ ഓൾ. അത് മഹാത്മാഗാന്ധി. പിന്നെന്താണ് അബ്രഹാം ലിങ്കൻ പറഞ്ഞത്? ഡെമോക്രസി ഇസ് ദ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ അല്ലെ. ഇതാണ് അബ്രഹാം ലിങ്കൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് അമർത്യ സെൻ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? ഡെമോക്രസി ഇസ് ദ ഓൺലി സിസ്റ്റം ഓഫ് ദ ഗവൺമെന്റ് ദാറ്റ് ക്യാപ്ചേഴ്സ് ഗ്ലോബൽ respect. Okay, then you have seen the views of some great men reflecting certain features of democracy. Let us see what democracy is. Democracy is the system in which the people are governed either directly by themselves or by their elected representatives. എന്താണ് ഈ ജനാധിപത്യത്തിന്റെ ചില സവിശേഷതകളും ജനാധിപത്യത്തെ കുറിച്ചുള്ള മഹാന്മാരുടെ അഭിപ്രായങ്ങളും വായിച്ചല്ലോ അല്ലെ. ഇപ്പൊ നമ്മള് മഹാത്മാഗാന്ധിയും അതുപോലെ അമർത്യ സെന്നും പിന്നെ അബ്രഹാം ലിങ്കൺ ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു അല്ലെ. എന്താണ് ജനാധിപത്യം? നമുക്ക് നോക്കാം. എന്താണ് ഡെമോക്രസി അല്ലെ. ലെറ്റ് us see what democracy is. എന്താണ് ജനാധിപത്യം എന്ന് നമുക്ക് നോക്കാം. Democracy is a system in which the people are governed either directly by themselves or by their elected representatives. എന്താണ്? ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് എന്ത്? ജനാധിപത്യം എന്നറിയപ്പെടുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് എന്ത്? ജനാധിപത്യം എന്ന് പറയുന്നത്. ഡെമോക്രസി ഇസ് എ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ ആർ ഗവേൺഡ് either directly or by themselves or by their elected representatives അല്ലെ. എന്താണ്? ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെന്റേറ്റീവ്സുകളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഈ പ്രക്രിയയാണ് എന്ത്? ഡെമോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ ബോക്സിലെ ഡെമോക്രസി. ദ ഇംഗ്ലീഷ് വേർഡ് ഡെമോക്രസി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് term democratia. It is a blend of two words. Demos means people and kratos means power. എന്താണ്? ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അല്ലെ. ജനം എന്നർത്ഥമുള്ള ഡെമോസ് ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടാക്കിയതാണ് അല്ലെ. അപ്പൊ എന്താണ്? രണ്ട് വാക്കിൽ നിന്നാണ് എന്ത്? ഡെമോക്രസി വന്നത് അല്ലെ. ആദ്യം ഡെമോക്രസി വന്നത് ഡെമോക്രേഷ്യ അല്ലെ. അതിൽ ഡെമോ എന്ന് പറഞ്ഞാൽ എന്താണ്? പീപ്പിൾ അല്ലെ. ഡെമോ എന്ന് പറഞ്ഞാൽ ഡെമോസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ, ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ അല്ലെ, ശക്തി അല്ലെ. അതിൽ രണ്ടും എന്താണ്? അതിൽ നിന്ന് എന്താണത്? ഡെമോക്രേഷ്യ അല്ലെ. ഡെമോക്രേഷ്യയിൽ നിന്നുള്ള ഗ്രീക്ക് ടേം ആണ് അല്ലെ. അതിൽ നിന്നാണ് ഈ ഡെമോക്രസി എന്ന് പറഞ്ഞ ഈ പദം വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സിസ്റ്റം ഇൻ വിച്ച് ദ പീപ്പിൾ ആർ ഗവേൺഡ് either directly by themselves or by their elected representatives. എന്താണ്? ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെന്റേറ്റീവ്സുകളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നത് അല്ലെ. അതായത് ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട റെപ്രസെന്റേറ്റീവ്സുകളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഈ പ്രോസസ്സാണ് എന്ത്? ജനാധിപത്യം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഡെമോക്രസി അല്ലെ. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. എന്താണ്? ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എന്താണ് ജനാധിപത്യം ഉണ്ട് അല്ലെ. ഡെമോക്രസി ഉണ്ട്. എന്താ നോക്കാം. ഇൻ ഡയറക്റ്റ് ഡെമോക്രസി പീപ്പിൾ ഡയറക്ട്ലി ടേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. എന്താണ്? ഈ ഡയറക്റ്റ് ഡെമോക്രസിയിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നുണ്ട് അല്ലെ. ടേക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എന്താണ്? ആൾക്കാർ നേരിട്ടെടുക്കുന്നുണ്ട് ജനങ്ങൾ. ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ഇൻ ദ പാർലമെന്റ് ദ ഡിസിഷൻസ് ആർ നോട്ട് ടേക്കൺ ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ. എന്താണ്? ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോ അതുപോലെ പാർലമെന്റിലോ എന്താണ് ഈ ജനങ്ങൾക്ക് നേരിട്ട് എന്താണ് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല അല്ലെ. അവിടെ എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല. ഹിയർ ദ റെപ്രസെന്റേറ്റീവ്സ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ ടേക്ക് ഡിസിഷൻസ് ഓൺ ദിയർ ബിഹാഫ്.
Such a representative democracy is called indirect democracy. അപ്പോൾ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ടെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെ, പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു, അതാണ് എന്ത്? ഡയറക്റ്റ് ഡെമോക്രസി. പിന്നെ മറ്റേ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അതുപോലെ പാർലമെന്റ് എന്നിവിടങ്ങളിൽ എന്താണ്? തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല, അവർ തെരഞ്ഞെടുത്ത ഈ റെപ്രസെന്റേറ്റീവുകളാണ് എന്ത്? ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം എന്താ such a representative democracy is called indirect democracy അല്ലെ. ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെ എന്താണ്? ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ട് തീരുമാനങ്ങൾ അല്ലെ, പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു, അതാണ് ഡയറക്റ്റ് ഡെമോക്രസി. പിന്നെ ഇൻഡയറക്റ്റ് ഡെമോക്രസി പറയുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും പാർലമെന്റിലും ഒന്നും എന്താണ്? ജനങ്ങൾ നേരിട്ടല്ല എന്താക്കുന്നത്? തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. അവർ തെരഞ്ഞെടുത്ത റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും അല്ലെ. ആ റെപ്രസെന്റേറ്റീവ്സ് എന്ത്? ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. അങ്ങനത്തെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിനെയാണ് എന്ത്? ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ. എന്താണ് ഡെമോക്രസിയും ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? തെരഞ്ഞെടുപ്പ്. ഇലക്ഷൻ അറിയാലോ അല്ലെ, തെരഞ്ഞെടുപ്പാണ് അല്ലെ. The people elect their representatives to govern at various levels from the local level to the parliament. Elections are held on the basis of universal adult franchise. Any citizen attained the age of 18 years has the right to vote in election. The representatives to local self-government, state legislative assemblies and Lok Sabha are elected through voting. Election is a basic feature of democracy. എന്താ അവിടെ പറയുന്നത് നോക്ക് മക്കളെ? ഈ വേരിയസ് ലെവലിൽ അല്ലെ, അതായത് ഈ പ്രാദേശിക തലം മുതൽ പാർലമെന്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ് അല്ലെ. അതായത് എന്താണ്? ഈ ലോക്കൽ ലെവൽ മുതൽ പാർലമെന്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കുന്ന ആരാണ്? ജനങ്ങളാണ് അല്ലെ. അതായത് ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ്? ലോക്കൽ ലെവൽ മുതൽ പാർലമെന്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കുന്ന ആരാണ്? ജനങ്ങളാണ് അല്ലെ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ലെ. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്താണ്? വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത്? തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ലെ. 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട് അല്ലെ. 18 വയസ്സായാല് അല്ലെ, 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എന്ത്? വോട്ടവകാശമുണ്ട് അല്ലെ. ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോകസഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് എന്ത്? തെരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും എന്താണ്? വോട്ടവകാശമുണ്ട് അല്ലെ. ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോകസഭയിലേക്കും, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും ലോകസഭയിലേക്കും എന്താണ്? പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് എന്ത്? തെരഞ്ഞെടുക്കുന്നത് അല്ലെ. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ് അല്ലെ. എന്താണ്? തെരഞ്ഞെടുപ്പ് എന്താണ്? ഡെമോക്രസിന്റെ ഈ ബേസിക് ഫീച്ചർ ഓഫ് ഡെമോക്രസിയാണ് അല്ലെ. ഇലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബേസിക് ഫീച്ചർ ഓഫ് ഡെമോക്രസിയാണ്. ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് ഇത് എന്നുള്ളത്? 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും എന്ത്? വോട്ടവകാശമുണ്ട് അല്ലെ. അപ്പോൾ ഈ 18 വയസ്സ് പൂർത്തിയായ വോട്ടവകാശമുള്ള എല്ലാവരും എന്താണ്? വോട്ട് ചെയ്തിരിക്കണം അല്ലെ. അവരാണ് എന്താക്കുന്നത്? ലോക്കൽ സെൽഫ് ഗവൺമെന്റിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ലോക്സഭയിലും ഒക്കെ എന്താണ്? വോട്ടിങ്ങിലൂടെ ആൾക്കാരെ എന്താണ്? ഈ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നോക്കൂ. ട്രൈ ടു ഫൈൻഡ് ഔട്ട് ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഇലക്ഷൻസ്. എന്താണ്? ഇങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൂ എമംഗ് യുവർ ഫാമിലി മെമ്പേഴ്സ് ക്യാൻ വോട്ട്? എന്താണ്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വോട്ട് ചെയ്യാറുള്ളത്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വോട്ട് ചെയ്യാറുള്ളത്? ഒന്ന് അന്വേഷിച്ചിട്ട് അവിടെ ഉത്തരം എഴുതുക കേട്ടോ. വിച്ച് ഈസ് യുവർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി? നിങ്ങളുടെ നിയമസഭാ നിയോജക മണ്ഡലം ഏതാണ്? നിങ്ങളുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്? ഹൂ ഈസ് ദ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി? ആരാണ് ഫ്രം യുവർ കോൺസ്റ്റിറ്റ്യുവൻസി? എന്താണ്? ആരാണ് നിങ്ങളുടെ MLA? എന്താണ്? മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആരാണ്? നിങ്ങളുടെ MLA ആരാണ്? MLAന്റെ ഫുൾ ഫോം എന്താണ്? മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ MLA ആരാണ്?
വിച്ച് ഈസ് യുവർ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി? നിങ്ങളുടെ ലോക്സഭ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചത്. നിങ്ങളുടെ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണെന്ന് ചോദിച്ചത്. ഹൂ ഇസ് ദ മെമ്പർ ഓഫ് പാർലമെന്റ്? അതായത് MP ഫ്രം യുവർ കോൺസ്റ്റിറ്റ്യുവൻസി. ആരാണ് നിങ്ങളുടെ മെമ്പർ ഓഫ് പാർലമെന്റ്? MP ആരാണ് അല്ലേ? ആരാണ് നിങ്ങളുടെ MP? ആരാന്നാ ചോദിച്ചത്. MPന്റെ ഫുൾ ഫോം എന്താണ്? മെമ്പർ ഓഫ് പാർലമെന്റ്. അതാണ് കേട്ടോ. MLA ഫുൾ ഫോം എന്താണ്? മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആൻസർ ചെയ്യാം. ഓക്കെ, സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ. എന്താണ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ എന്ന് പറഞ്ഞാല്? തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളാണ് അല്ലെ. Is it a leader elected from your class to the school parliament? തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്കൂൾ ജനാധിപത്യ വേദി നിങ്ങളുടെ ക്ലാസ്സിലും ലീഡറെ തെരഞ്ഞെടുക്കേണ്ടതില്ലേ? തെരഞ്ഞെടുത്തിട്ടില്ലേ? നിങ്ങളുടെ സ്കൂളിൽ എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്കൂൾ ജനാധിപത്യ വേദി എന്താണ് നിങ്ങളുടെ ക്ലാസ്സിലും ലീഡറെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അല്ലേ? The election process of our country passes through certain stages. അതുപോലെ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിർബന്ധമായി പാലിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട് അല്ലേ? പിന്നെന്താണ്? ഒബ്സർവ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് ഷോയിങ് ദീസ് സ്റ്റേജസ്. എന്താണ് അവ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ടാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് അല്ലേ? നമുക്ക് അതിന് മുന്നേ ഇതാണ് എന്ത്? വോട്ട് ചെയ്യുന്ന മെഷീൻ അല്ലേ? വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ഈ ഇതിലാണ് എന്താക്കുന്നത്? വോട്ട് ചെയ്യുക. പാർലമെന്റിലും അതുപോലെ നമ്മൾ മെമ്പർ ഓഫ് ദ എന്താണ് വാർഡ് മെമ്പറെയൊക്കെ തെരഞ്ഞെടുക്കുന്നൊക്കെ എന്താണ്? ഈ വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടാണ് അല്ലേ? ഇതാണ് നമ്മുടെ എന്താണ് വോട്ടിംഗ് മെഷീൻ. ദെൻ നോക്കാം ഈ ഫ്ലോ ചാർട്ട് എന്താ നോക്കാം. സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ എന്താണ്? തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളാണ് അല്ലെ. ഫസ്റ്റ് എന്താണ്? ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഉണ്ട് അല്ലെ. എന്താണ് ഫസ്റ്റ് തന്നെ എന്താണ്? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ എന്താണ്? ഇഷ്യൂ ചെയ്യണം അല്ലെ. എന്താണ്? തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എന്താക്കണം? പുറപ്പെടുവിക്കണം അല്ലെ. പിന്നെ എന്താണ്? സബ്മിഷൻ ഓഫ് നോമിനേഷൻ. എന്താണ്? ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം അല്ലെ. സബ്മിഷൻ ഓഫ് നോമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കണം. പിന്നെന്താണ്? സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ. പിന്നെന്താണ്? നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തണം അല്ലെ. എന്താണ്? നോമിനേഷൻ കൊടുത്താൽ എന്താണ്? നന്നായിട്ട് നല്ല പരിശോധന നടത്തണം. വിഡ്രോയൽ ഓഫ് നോമിനേഷൻ. പിന്നെന്താണ്? ഈ നോമിനേഷൻ എന്താക്കുക? പിൻവലിക്കുക. പിൻവലിക്കൽ. പിന്നെ എന്താണ്? വോട്ടിംഗ്. പിന്നെ വോട്ടിംഗ് ആണ് അല്ലെ. പിന്നെ കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. പിന്നെ എന്താ? വോട്ടെണ്ണലും ഫലപ്രഖ്യാപനമാണ് അല്ലെ. വോട്ട് എണ്ണിയിട്ട് എന്താകുന്നു? റിസൾട്ട് പബ്ലിഷ് ചെയ്യും അല്ലെ. ഡിക്ലെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ. എന്താണ്? ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, സബ്മിഷൻ ഓഫ് നോമിനേഷൻ, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, വിഡ്രോയൽ ഓഫ് നോമിനേഷൻ, വോട്ടിംഗ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് അല്ലെ. ഫസ്റ്റ് എന്താ? ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യും. പിന്നെ എന്താണ്? നോമിനേഷൻ സബ്മിറ്റ് ചെയ്യും. പിന്നെ എന്താണ്? ഈ നോമിനേഷൻ എന്താക്കും? സ്ക്രൂട്ടിനി അല്ലെ. നന്നായി സൂക്ഷ്മ പരിശോധന നടത്തും. പിന്നെ വിഡ്രോവൽ ഓഫ് നോമിനേഷൻ. നോമിനേഷൻ എന്താണ്? പിൻവലിക്കും. പിന്നെന്താണ്? വോട്ട് ചെയ്യും. പിന്നെന്താണ്? ഈ വോട്ട് എണ്ണും. പിന്നെ ആ റിസൾട്ട് ഡിക്ലെയർ ചെയ്യും അല്ലെ. ഇതാണ് എന്ത്? സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ. ഓക്കെ, ദെൻ all elections strictly follow these stages. എന്താണ്? എല്ലാ ഇലക്ഷൻസും ഈ സ്റ്റേജസ് എന്താക്കണം? ഈ നിർബന്ധമായിട്ട് ഫോളോ ചെയ്തിരിക്കണം അല്ലെ. ഇങ്ങനെ കൃത്യമായ ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് എന്താണ്? എല്ലാ തെരഞ്ഞെടുപ്പുകളും നടക്കുന്നത് അല്ലെ. ഇലക്ഷൻ ഈസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് ഡെമോക്രസി. എന്താണ്? ഈ തെരഞ്ഞെടുപ്പ്, ഈ ഡെമോക്രസി എന്താണ്? ഇലക്ഷൻ എന്താണ്? ജനാധിപത്യത്തിന്റെ ഒരു ഇൻഎവിറ്റബിൾ പാർട്ടാണ് കേട്ടോ. ഡെമോക്രസി എന്താണ്? ഡെമോക്രസീന്റെ ഇൻഎവിറ്റബിൾ പാർട്ടാണ് എന്ത്? ഇലക്ഷൻ അല്ലെ. അതായത് തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് അല്ലെ. ഡെമോക്രസി ഡിപ്പെൻഡ്സ് ഓൺ സം അതർ ഫാക്ടേഴ്സ് ടു. എന്താണ്? ഇതുപോലെ ജനാധിപത്യം മറ്റ് ചില ഘടകങ്ങളെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഡെമോക്രസി ഡിപ്പെൻഡ്സ് ഓൺ സം അതർ ഫാക്ടേഴ്സ് ടു. ഡെമോക്രസി വേറെ എന്താണ്? മറ്റ് ഘടകങ്ങളും ഉണ്ട് അല്ലെ. ഇതിനെ ആശ്രയിച്ചാണ് എന്താക്കുന്നത്? ഡെമോക്രസി നിലകൊള്ളുന്നത് അല്ലെ. Let us see what they are. നമുക്ക് നോക്കാം ട്ടോ. എന്താണെന്നുള്ളത്. Let us see what they are. എന്താ നമുക്ക് നോക്കാം. ഫാക്ടേഴ്സ് സസ്റ്റൈനിങ് ഡെമോക്രസി. എന്താണ്? ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ അല്ലെ. ഡെമോക്രസീന്റെ അല്ലെ. ഡെമോക്രസീന്റെ സസ്റ്റൈനിങ് അല്ലെ. സസ്റ്റൈനിങ് ഡെമോക്രസി എന്താണ്? ഈ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ് ഡെമോക്രസിയുടെ. ഓക്കെ, എന്താണെന്ന് നോക്കാം. ദ റൂൾ ഓഫ് ലോ. എന്താണ്? നിയമവാഴ്ച. All are equal before the law.
അല്ലെ എന്താണ് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് അല്ലെ ലോ എന്ന് പറഞ്ഞാൽ എന്താണ് LAW ലോ നിയമം ഓക്കെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ് അല്ലെ everyone is obliged to obey the law എന്താണ് നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അല്ലെ ഏറ്റവും വലിയ മുകളിൽ നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ ഏറ്റവും താഴെ തട്ട് നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ എല്ലാവർക്കും എന്താണ് ഈ നിയമം അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അല്ലെ nobody is above the law എന്താണ് ആരും നിയമത്തിന് അതീതമല്ല അല്ലെ ആരും നിയമത്തിന് മുകളിലല്ല എല്ലാവരും ഒരുപോലെയാണ് the significance of the rule of law can be understood from simple example എന്താണ് നിയമവാഴ്ചയുടെ പ്രാധാന്യം വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ നമുക്ക് നോക്കാം അല്ലെ ഇതിന്റെ ഈ റൂൾ ഓഫ് ലോ അല്ലെ എങ്ങനെ മനസ്സിലാക്കാം ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് somebody drive carelessly ഡിസ്കസ് ഇറ്റ്സ് കോൺസിക്വൻസ് എന്താണ് റോഡിലൂടെ അലക്ഷ്യമായി വാഹനം ഓടിച്ചാൽ എന്താ സംഭവിക്കുക അതിന്റെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യാം ഓക്കെ ദ എയിം ഓഫ് ട്രാഫിക് റൂൾ ഈസ് ടു എൻഷ്യൂർ സ്മൂത്ത് ആൻഡ് സേഫ് ട്രാഫിക് ഫോർ വെഹിക്കിൾസ് അല്ലെ എന്താണ് ഈ വാഹനങ്ങളുടെ സഞ്ചാരം സുഗമമാക്കാനും സുരക്ഷിതമാക്കുകയാണ് എന്ത് ട്രാഫിക് നിയമങ്ങളുടെ ലക്ഷ്യം അല്ലെ എന്താണ് എയിം ഓഫ് ട്രാഫിക് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാഫിക് റൂളിന്റെ എയിം ലക്ഷ്യം എന്താണ് ടു എൻഷ്യൂർ സ്മൂത്ത് ആൻഡ് സേഫ് ട്രാഫിക് ഫോർ വെഹിക്കിൾസ് അല്ലെ എന്താണ് ഈ വാഹനങ്ങളുടെ സഞ്ചാരം സ്മൂത്തും സേഫും ആക്കുകയാണ് എന്താക്കുന്നതാണ് ട്രാഫിക് നിയമങ്ങളുടെ റൂളിന്റെ ലക്ഷ്യം അല്ലെ എയിം എന്ന് പറയുന്നത് ഐഡന്റിഫൈ സിമിലർ റൂൾസ് ആൻഡ് ഇവാലുവേറ്റ് ദെയർ റോൾ ഇൻ മേക്കിംഗ് അവർ ലീവ്സ് കംഫർട്ടബിൾ എന്താണ് ഇത്തരത്തിലുള്ള വിവിധ നിയമങ്ങൾ കണ്ടെത്തി അവ എങ്ങനെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയുക്തമാക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്തുക നിയമങ്ങൾ വേണം അല്ലെ എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമങ്ങളാണ് നമ്മളെ ഡെമോക്രാറ്റിക് കൺട്രി ആയി ഇന്ത്യയിലുള്ളത് അല്ലെ ഇനി നോക്കൂ അപ്പൊ എന്തൊക്കെ നിയമങ്ങളുണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള വിവിധ നിയമങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്താക്കുക ഈ എങ്ങനെയാണ് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഉപയോഗമാകുന്നത് എന്ന് നിങ്ങൾ വിലയിരുത്തുക ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ് റൈറ്റ്സ് എന്താണ് റൈറ്റ്സ് ആണ് ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ് റൂൾ ഓഫ് ലോ ആണ് അല്ലെ നെക്സ്റ്റ് റൈറ്റ്സ് അല്ലെ ഇതൊക്കെ ഫാക്ടർ ആണ് ഡെമോക്രസീന്റെ എന്താണ് ഫാക്ടർ ആണ് അല്ലെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അവകാശം നമുക്ക് ഒരുപാട് അവകാശങ്ങൾ ഉണ്ട് അല്ലെ റൈറ്റ്സ് ആർ ഗ്രാൻഡഡ് ടു ദ സിറ്റിസൺസ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ country different laws implemented by the government to ensure various rights of people are given in column A of the following table identify the rights ensured by each law and try to fill in column B എന്താ ഇവിടെ പറയുന്നത് നമുക്ക് അവകാശം റൈറ്റ്സ് ഉണ്ട് അല്ലെ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ അവകാശങ്ങളുണ്ട് ഒരുപാട് അല്ലെ വ്യക്തിയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് എന്ത് ഈ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് റൈറ്റ്സ് ആർ ഗ്രാൻഡഡ് ടു ദ സിറ്റീസൺസ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദ കൺട്രി എന്താണ് വ്യക്തിയുടെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് എന്ത് റൈറ്റ്സ് എന്ന് പറയുന്നത് അവകാശങ്ങൾ എന്ന് പറയുന്നത് ഡിഫറെന്റ് ലോസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ടു ഇൻഷ്യൂർ വേരിയസ് റൈറ്റ്സ് ഓഫ് പീപ്പിൾ ആർ ഗിവൺ ഇൻ കോളം എ ഓഫ് ദ ഫോളോയിങ് ടേബിൾ identify the rights ensured by law each law and try to fill in column B എന്താണ് വിവിധ അവകാശങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കിയ നിയമങ്ങൾ താഴെ തന്നിരിക്കുന്ന ഈ ടേബിൾ എ കോളത്തിൽ നൽകിയിരിക്കുന്നുണ്ട് ഈ നിയമത്തിലൂടെ ലഭിക്കുന്ന വിവിധ അവകാശങ്ങൾ കണ്ടെത്തി ബി കോളം എന്താണ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് നമുക്ക് എയിലുള്ളത് നോക്ക് ലോസ് ആണ് അല്ലെ ലോസും റൈറ്റ്സും എന്താണ് ഫസ്റ്റ് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTE വിദ്യാഭ്യാസ അവകാശ നിയമം അതിന്റെ നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ഇവിടെ എഴുതുന്നത് റൈറ്റ്സ് പിന്നെ ട്രാഫിക് ലോസ് എന്താണ് മോട്ടോർ വാഹന നിയമം അല്ലെ അതിന്റെ റൈറ്റ്സ് എന്താന്ന് നോക്ക് എഴുതുക റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് എന്താണ് വിവരാവകാശ നിയമം അല്ലെ പിന്നെ സീനിയർ സിറ്റിസൺസ് ആക്ട് മെയിൻറ്റെയിൻസ് പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ എന്താണ് വൃദ്ധജന പരിപാലന നിയമം അല്ലെ ഇതൊക്കെയാണ് ലോസുകൾ അല്ലെ അതിന്റെ റൈറ്റ്സ് എന്താന്നുള്ളത് ഇവിടെ എഴുതുക ഓക്കെ then you have seen that citizens of a democratic country enjoy various rights by various laws like those mentioned in the table conduct a discussion in the class on the impact of the absence of these rights and how it will adversely affect democracy എന്താണ് ഇവിടെ ഈ
ടേബിളിൽ തന്നിരിക്കുന്ന അല്ലെ ടേബിളിൽ തന്നിരിക്കുന്ന സൂചിപ്പിച്ചിട്ടുള്ള വിവിധ നിയമങ്ങളിലൂടെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് വിവിധ അവകാശങ്ങൾ ലഭിക്കുന്നു എന്ന് മനസ്സിലായല്ലോ അല്ലെ എന്താണ് ഈ ഒരുപാട് നമുക്ക് ഡെമോക്രാറ്റിക് കൺട്രിയാണ് നമ്മളത് അല്ലെ അവിടുത്തെ ജനങ്ങൾക്ക് വിവിധ അവകാശങ്ങൾ ലഭിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ കണ്ടക്ട് എ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് ഓൺ ദ ഇമ്പാക്ട് ഓഫ് ദ ആബ്സെൻസ് ഓഫ് ദീസ് റൈറ്റ്സ് ആൻഡ് ഹൗ ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ഡെമോക്രസി എന്താണ് ഇത്തരത്തിലുള്ള അവകാശങ്ങളുടെ അഭാവത്തിൽ എന്ത് സംഭവിക്കുമെന്നും ജനാധിപത്യത്തിനെ ഇത് എങ്ങനെ ദോഷകരമായി ബാധിക്കുമെന്നും ക്ലാസ്സിൽ നിങ്ങൾ എന്താക്കുക ചർച്ച ചെയ്യുക ഓക്കെ then അടുത്തത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എന്താണ് സാമൂഹിക സാമ്പത്തിക നീതി അല്ലെ ഡെമോക്രസി is the form of government that ensures the participation of all people. It is meaningful only when all are equal. Ensuring equal treatment for all by minimizing social and economic inequalities is the principle behind the idea of social and economic justice. എന്താണ് എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണിത് ഈ ഡെമോക്രസി അല്ലെ ഡെമോക്രസി is a form of government that ensures the participation of all people. എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് എന്ത് ഡെമോക്രസി അല്ലെ പങ്കാളികൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് എന്താക്കുന്നത് ജനാധിപത്യം അർത്ഥമാകുന്നത് അല്ലെ ഡെമോക്രസി മീനിങ്ഫുൾ ആവുന്ന എപ്പോഴാണ് when all are equal അല്ലെ ജനങ്ങൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് അല്ലെ പിന്നെന്താണ് സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് എന്ത് സാമൂഹിക സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലെ എന്താണ് ensuring equal treatment for all by minimizing social and economic inequalities is the principle behind the idea of social and economic justice. എന്താണ് സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക അല്ലെ സാമൂഹികവും സാമ്പത്തികവുമായ ഈ അസമത്വം എന്താണ് കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് എന്ത് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. The following are a few social conditions that violate social and economic justice. How do they affect democracy? Analyze. എങ്ങനെയാണ് ഈ സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട് അല്ലേ എന്താണ് സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസിന് വിരുദ്ധമായ ചില ആശയങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അവ എങ്ങനെ ജനാധിപത്യത്തെ ബാധിക്കുമെന്ന് നിങ്ങൾ എന്താക്കുക വിശകലനം ചെയ്യുക അനലൈസ് ചെയ്യുക സ്ലേവറി എന്താണ് അടിമത്തം അല്ലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്താണ് സ്ത്രീ വിവേചനം അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ പോവേർട്ടി ദാരിദ്ര്യം അല്ലെ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക നിങ്ങൾ ഓക്കെ ദെൻ മാസ് മീഡിയ എന്താണ് മാധ്യമങ്ങൾ അല്ലെ എന്താണ് നമ്മുടെ ദൂരദർശൻ ഉണ്ട് അതുപോലെ ഒരുപാട് എന്താണ് വാർത്താ മാധ്യമങ്ങൾ നമ്മളെ മീഡിയകൾ ഉണ്ട് അല്ലെ മാസ് മീഡിയ ഉണ്ട് അല്ലെ എന്താണ് ഏഷ്യാനെറ്റ് ഉണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് മീഡിയ വണ്ണ് അങ്ങനെ ഒരുപാട് എന്താണ് വാർത്താ വിനിമയത്തിന്റെ ഇതുണ്ട് അല്ലെ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം മാസ് മീഡിയ എന്താന്ന് നമുക്ക് നോക്കാം Observe the picture and try to identify what all come under mass media. ഈ നൽകിയിരിക്കുന്ന ചിത്രം ശ്രദ്ധിച്ചുവല്ലോ ഇതിൽ നിന്ന് മാധ്യമങ്ങൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെന്റ് ടെലിവിഷൻ ചാനൽസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് നിങ്ങൾക്കറിയാവുന്ന വിവിധ പത്രങ്ങളും TV ചാനലുകളും പട്ടികപ്പെടുത്തുക അല്ലെ എന്താണ് നോക്കൂ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ട് എന്നുള്ളത് ന്യൂസ് പേപ്പർ ഉണ്ട് എന്താണ് ഒരു എന്താണ് പിന്നെ TV ചാനലുകളൊക്കെ ഉണ്ട് അല്ലെ അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന വിവിധ പത്രങ്ങളെയും TV ചാനലുകളും ഒക്കെ എന്താക്കുക നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക ഓക്കെ The mass media is a major means that helps in informing the public about events happening in the society. Free and impartial media are the foundation of democracy. The media play an important role to familiarize the public with individual opinions and to bring common demands to the government's attention. The media also informs the public of the decisions of the government. Identify such news from the newspapers and present them in class. What will be the condition of democracy in the absence of media? Prepare a note. എന്താണ് ഇവിടെ പറയുന്നത് എന്താണ് മക്കളെ നോക്കിയേ നിങ്ങൾ എന്താണ് സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് എന്ത് ഈ മീഡിയ എന്ന് പറയുന്നത് അല്ലെ അതായത് നമ്മളെ ഈ സമൂഹത്തിൽ സംഭവിക്കുന്ന അതായത് സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് എന്ത് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അല്ലെ മീഡിയാസ് എന്ന് പറയുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് അല്ലെ
എന്താണ് the media play an important role to familiarize the public with individual opinions and to bring common demands to the government's attention. എന്താണ് പൊതുവായ ആവശ്യങ്ങൾ ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും അല്ലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ തീരുമാനങ്ങളിൽ ജനങ്ങളിൽ എത്തുന്നതും മാധ്യമങ്ങൾ വഴിയാണ്. പത്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടെത്തി ക്ലാസ്സിൽ നിങ്ങൾ അവതരിപ്പിക്കുക. മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ ജനാധിപത്യത്തിന് എന്ത് സംഭവിക്കുമെന്ന് സങ്കല്പിച്ച് എന്താക്കുക ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ മാസ് മീഡിയന്റെ എന്താന്ന് മനസ്സിലായല്ലോ? ഒന്നും കൂടി ടീച്ചർ പറഞ്ഞുതരാം. എന്താണ് ഈ സമൂഹത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് എന്ത് ഈ മാസ് മീഡിയ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ എന്താണ് ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് അല്ലെ. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഈ മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തുന്നതും മാധ്യമങ്ങൾ വഴിയാണ്. പത്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടെത്തി നിങ്ങൾ എന്താക്കുക ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താന്ന് മനസ്സിലായല്ലോ? ഒന്നുകൂടി ഇനി ടീച്ചർ പറഞ്ഞു തരണം. ഒന്നുകൂടി ശ്രദ്ധിച്ചോ. എന്താണ് മാധ്യമങ്ങൾ എന്നുള്ളത്? എന്താണ് ഈ സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് എന്ത് ഈ മാസ് മീഡിയ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതും ഈ മാധ്യമങ്ങൾ വഴിയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നോക്കൂ, ഇനി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഈ എന്താന്ന് വെച്ചാല് ഈ മാധ്യമങ്ങൾ ഇല്ലെങ്കിൽ ജനാധിപത്യത്തിന് എന്ത് സംഭവിക്കുമെന്ന് സങ്കല്പിച്ചിട്ടൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഒപ്പോസിഷൻ? എന്താണ് പ്രതിപക്ഷം ഉണ്ട് അല്ലെ. നമുക്കറിയാം പ്രതിപക്ഷം. അപ്പൊ എന്താണ് ഒപ്പോസിഷൻ നോക്കാം. വി ഹാവ് സീൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇലക്ഷൻ ഇൻ ഡെമോക്രസി. എന്താണ് ഈ ഡെമോക്രസിയിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചു അല്ലെ. ഇലക്ഷൻ ക്രിയേറ്റ്സ് ബോത്ത് റൂളിംഗ് ആൻഡ് ഓപ്പോസിഷൻ പാർട്ടീസ്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ ഓപ്പോസിഷൻ ടു പെർസ്യൂഡ് ദ ഗവൺമെന്റ് ടു ഫംഗ്ഷൻ ബെറ്റർ ബൈ പോയിന്റിംഗ് ഔട്ട് ദ റോങ്സ് ഓഫ് ദ ഗവൺമെന്റ്. എന്താണ് ഇവിടെ പറയുന്നത്? ഈ തിരഞ്ഞെടുപ്പിന്റെ ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും ഉണ്ട് അല്ലെ. എന്താണ് ഇലക്ഷൻ ക്രിയേറ്റ് ബോത്ത് റൂളിംഗ് ആൻഡ് ഓപ്പോസിഷൻ പാർട്ടി. റൂളിംഗും പാർട്ടിയും ഉണ്ട്, ഓപ്പോസിഷൻ പാർട്ടിയും ഉണ്ട് അല്ലെ. എന്താണ് ഭരണപക്ഷവും ഉണ്ട്, അതുപോലെ പ്രതിപക്ഷവും ഉണ്ട് അല്ലെ. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് എന്ത് ഈ പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. എന്താണ് ഇപ്പൊ റൂൾ ചെയ്യുന്ന ഗവൺമെന്റ് അല്ലെ. റൂൾ ചെയ്യുന്ന ഗവൺമെന്റിന്റെ ഈ പ്രവർത്തനത്തിലെ പാളിച്ചകൾ അല്ലെ, തെറ്റുകളൊക്കെ എന്താണ് തുറന്നു കാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് എന്ത് ഈ ഓപ്പോസിഷൻ പാർട്ടി, അതായത് പ്രതിപക്ഷത്തിന്റെ ധർമ്മം അല്ലെ. പിന്നെന്താ ഈ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് പത്രപ്രവർത്തകർ ശേഖരിക്കുക നിങ്ങൾ. ഓക്കെ, കളക്ട് ന്യൂസ് ഓൺ ദ ഫംഗ്ഷനിങ് ഓഫ് ഓപ്പോസിഷൻ, കണ്ടക്ട് എ ഡിസ്കഷൻ ഓൺ ദ റോൾ ഓഫ് ദ ഓപ്പോസിഷൻ ഇൻ ഡെമോക്രസി. എന്താണ് ഈ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താക്കുക ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളൊക്കെ ശേഖരിക്കുക. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പങ്കിനെ കുറിച്ച് ഒരു ചർച്ചയും സംഘടിപ്പിക്കുക. ഇലക്ഷൻ, റൂൾ ഓഫ് ലോ, റൈറ്റ്സ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്, മാസ് മീഡിയ ആൻഡ് ഓപ്പോസിഷൻ ആർ ദ ഫാക്ടേഴ്സ് that sustain democracy. എന്താണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹിക സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം തുടങ്ങിയ ഘടകങ്ങളാണ് എന്ത് ജനാധിപത്യത്തെ നിലനിർത്തുന്നത് അല്ലെ. ഇതാണ് എന്ത് ഈ സസ്റ്റെയിൻ ഡെമോക്രസിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇലക്ഷൻ, റൂൾ ഓഫ് ലോ, റൈറ്റ്സ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ്, മാസ് മീഡിയ ആൻഡ് ഓപ്പോസിഷൻ ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് സസ്റ്റെയിൻ ഡെമോക്രസി. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക. ബാക്കി അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുകതാണ്. നമ്മളെ ഡെമോക്രസി, നമ്മളെ ഇന്ത്യ എന്താണ് ഡെമോക്രാറ്റിക് കൺട്രി ആണ് അല്ലെ. അപ്പൊ എന്താണ് നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ടീച്ചർ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഇതിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗം. ഓക്കെ, താങ്ക് യു.